ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായില് ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ദൈവകരുണയുടെ ധ്യാന ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് പാപത്തിൽ നിന്നുള്ള മടങ്ങിവരവിനെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുക. ഒരു പാപിക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ? പാപത്തിൽ നിന്ന് എങ്ങനെ മടങ്ങി വരാനായിട്ട് സാധിക്കും? നമ്മുടെ ഡയറിയിൽ ആ ഡയറിയുടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഒരു പാപിക്ക് രക്ഷപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കാതെ, ദൈവത്തിന്റെ കരുണയെ വിശ്വസിക്കാതെ, ദൈവത്തിന്റെ നന്മയിൽ വിശ്വസിക്കാതെ ഒരു പാപിക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നാണ് ഈ ഡയറിയിൽ അടിവരയിട്ട് ദൈവം ലോകത്തോട് പ്രഖ്യാപിക്കുന്നത്. കാൽവരിയിൽ തന്റെ ഹൃദയം തുറന്നു കാണിച്ച് ലോകത്തോട് പ്രഖ്യാപിച്ച അതേ സത്യം ഹോശനാമയിലൂടെ വീണ്ടും ലോകത്തോട് പ്രഘോഷിക്കുകയാണ്. ഒരു പാപിക്ക് രക്ഷപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കണം. ഹോശനാമയുടെ ഡയറി 1182 ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക: എല്ലാ ആത്മാക്കളെയും രക്ഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ആഴമളക്കാനാവാത്ത എന്റെ കരുണാസാഗരത്തിൽ ശരണപ്പെടുന്നതിന് എല്ലാവരെയും പ്രേരിപ്പിക്കുക. കുരിശിൽ വെച്ച് കുന്തത്താൽ തുറക്കപ്പെട്ട എന്റെ കരുണയുടെ പ്രവാഹം ഒരാളെ പോലും തിരസ്കരിക്കാതെ എല്ലാ ആത്മാക്കൾക്കും വേണ്ടിയുള്ളതാണ്. പിശാച് നമ്മുടെ തലയിൽ കുത്തിവെക്കുന്ന നമ്മുടെ തലയിൽ കുത്തിവെക്കാൻ സാധ്യതയുള്ള 3 തരത്തിലുള്ള ചിന്താഗതികളുണ്ട്. ഒന്നിതാണ്, എനിക്ക് പാപമൊന്നുമില്ല, ഞാൻ പാപമൊന്നും ചെയ്യാതെയാണ് ജീവിക്കുന്നത്, എന്റെ ജീവിതത്തിൽ ഒരു പാപവുമില്ല, എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കും, ഞാൻ സ്വർഗത്തിൽ പോകും, എനിക്ക് നിത്യജീവനൊക്കെ കിട്ടും. രണ്ടാമത്തെ തരത്തിലുള്ള ചിന്താഗതി ഇതാണ്, ഞാൻ പാപം ചെയ്തു, ഞാൻ പാപത്തിൽ വീണുപോയി, ഇനി എനിക്കൊരു രക്ഷയില്ല, ദൈവം എന്നെ ശിക്ഷിക്കും, ദൈവം ശിക്ഷിക്കുന്നവനാണ്, ദൈവം എന്നെ ശിക്ഷിക്കും. മൂന്നാമത്തെ ചിന്താഗതി ഇതാണ്, ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് സ്വാഭാവികമായിട്ടും എനിക്ക് പാപം ചെയ്യാതെ ജീവിക്കാൻ സാധിക്കില്ല, ദൈവം എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചു, മനുഷ്യനായിട്ട് സൃഷ്ടിച്ചു, എനിക്ക് കുറവുകളുണ്ട്, അതുകൊണ്ട് ദൈവം വേണമെങ്കിൽ എന്നെ രക്ഷിച്ചോളൂ, ഞാൻ ഇങ്ങനെ ജീവിക്കും, ഇതെന്റെ കുഴപ്പമല്ല, ദൈവത്തിന്റെ കുഴപ്പമാണ്, ദൈവത്തെ ബ്ലെയിം ചെയ്തൊരു പ്രീ സപ്പോസിഷൻ, കരുണ എനിക്ക് ലഭിക്കുമെന്നും ചിന്തിച്ച് ജീവിക്കുന്ന ഒരു ജീവിതം. ഈ 3 തരത്തിലുള്ള ചിന്താഗതിയിൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഫാക്ടർ അവനവനിൽ തന്നെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ കരുണയുടെ സന്ദേശം എന്താണ്? ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്, രക്ഷകനിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്, രക്ഷകനെ പിടിക്കുക എന്നുള്ളതാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം. ആ കരുണയിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഹോശനാമയുടെ ഡയറിയിൽ 1142-46 വാക്യത്തില് ഇങ്ങനെ വായിക്കും: എന്റെ ആർദ്രത അപേക്ഷിക്കുന്ന ഏറ്റവും വലിയ പാപിയെ പോലും എനിക്ക് ശിക്ഷിക്കുവാൻ സാധിക്കില്ല. ആ വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്റെ ആർദ്രത അപേക്ഷിക്കുന്ന ഏറ്റവും വലിയ പാപിയെ പോലും എനിക്ക് ശിക്ഷിക്കുവാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, എന്റെ അത്യഗാധവും അഗ്രാഹ്യവുമായ കരുണയിൽ ഞാൻ അതിനെ നീതീകരിക്കും. നോക്കുക, കരുണ ലഭിക്കും, അല്ലെങ്കിൽ കരുണ ദൈവം എന്നെ വേണമെങ്കിൽ രക്ഷിച്ചോട്ടെ, അവിടുന്ന് കരുണാമയനാണ്, അങ്ങനെയൊന്നും ചിന്തിക്കാതെ, അല്ലെ കരുണ കിട്ടും, കരുണയെ നോക്കിയിരിക്കാതെ, അല്ലെങ്കിൽ കരുണ അപേക്ഷിക്കുന്ന, കരുണയിൽ ഇതൊരു ആക്റ്റീവായിട്ട് നമ്മൾ അപേക്ഷിക്കുകയാണ്. എനിക്ക് കരുണ തരണമേ, ഞാൻ അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കുന്നു, എന്നോട് കരുണയായിരിക്കണമേ എന്ന് ആക്റ്റീവായിട്ട് നമ്മൾ ആ കരുണയ്ക്ക് വേണ്ടി യാചിക്കുകയും പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്താണ് ഒരു പാപിക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. കർത്താവിന്റെ കരുണയിലൂടെ മാത്രമേ രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. വീണ്ടും കരുണയുടെ സന്ദേശങ്ങളിലൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന 2 സത്യങ്ങൾ കൂടിയുണ്ട്. ഒന്നിതാണ്, കാൽവരിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആ കരുണയുടെ യുഗത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് കൊണ്ട് ഏതൊരു പാപിക്കും രക്ഷപ്പെടാനായിട്ട് സാധിക്കും. കരുണയിൽ ആശ്രയിച്ചാൽ ഏതൊരു പാപിക്കും, ഏത് മാരക പാപിക്കും, അവിടെ അടിവരയിട്ട് പറയുന്നുണ്ട്, ഏത് മാരക പാപിക്കും രക്ഷപ്പെടാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മൾ കാണുന്നുണ്ട്, ഇത് 2ാമത്തെ സത്യം ഇതാണ്, ഇത് 2ാമത്തെ വരവ് വരെ മാത്രമേ ഈ കരുണയുടെ യുഗം നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ. 2ാമത്തെ വരവില് ഈ കരുണയുടെ യുഗം അവസാനിക്കും, അവിടുന്ന് നീതിയുടെ വിധിയാളനായിട്ട് വരും. കരുണയുടെ വാതിൽ അടയ്ക്കപ്പെടും, നീതിയുടെ വാതിൽ തുറക്കപ്പെടും. കരുണയിൽ ആശ്രയിച്ചില്ലെങ്കിൽ നീതിയുടെ വാതിലിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. എന്തുകൊണ്ടാണ് ഒരു പാപിക്ക് ഈ ദൈവകരുണയിൽ ആശ്രയിക്കാതെ രക്ഷയില്ലാത്തത്? കാരണം ദൈവ കരുണയിൽ ആശ്രയിക്കുമ്പോഴാണ് പാപി നീതീകരിക്കപ്പെടുന്നത്. പാപി നീതീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. നീതീകരണമില്ലാതെ സ്വർഗമില്ല, നിത്യജീവനില്ല. പാപി ദൈവ കരുണയിൽ ആശ്രയിക്കുമ്പോഴാണ് നീതീകരിക്കപ്പെടുന്നത്. ഈശോയുടെ സ്നേഹമുള്ളവരെ, നമ്മൾ പാപികളാണ്, നമുക്ക് അവിടുത്തെ കരുണയിൽ ആശ്രയിക്കാം. അങ്ങനെ നിത്യജീവനും സ്വർഗരാജ്യവും നമുക്ക് പ്രാപിക്കാം. ഈശോ നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.